സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മെയ്യിൽ ആദ്യമായി പ്രതിമാസ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഏപ്രിൽ 2025 ICC വനിതാ പ്ലെയർ ഓഫ് ദ മന്തായി തിരഞ്ഞെടുക്കപ്പെട്ട കാത്രീൻ പ്രൈസ് ഏത് രാജ്യത്തെ ടീമിൻ്റെ ക്യാപ്റ്റനാണ്? സ്കോട്ട്ലൻഡ്. 2005 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. 2025 മെയ്യിൽ സമുദ്ര പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രധാന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച അന്താരാഷ്ട്ര സ്ഥാപനം ഏത്? യൂറോപ്യൻ യൂണിയൻ. 2025 ഏഷ്യൻ വ്യക്തിഗത പുരുഷ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ നോം നേടിയതിലൂടെ ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായതാര്? LR ശ്രീഹരി. അടുത്തിടെ ഉയർന്ന മർദ്ദത്തിലുള്ള കടൽ ജല ഡീസാലിനേഷനായി തദ്ദേശീയമായി നാനോപോറസ് മൾട്ടി ലെയർഡ് പോളിമെറിക് മെംബ്രെയിൻ വികസിപ്പിച്ചെടുത്ത സംഘടന ഏത്? DRDO. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുന്നുവെന്ന് പ്രസ്താവിക്കുന്ന വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് മിഡ് 2025 റിപ്പോർട്ട് പുറത്തിറക്കിയ അന്താരാഷ്ട്ര സംഘടന ഏത്? ഐക്യരാഷ്ട്രസഭ. 2025 മെയ്യിൽ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സ്കെയിൽ മെഥനോൾ ഉൽപ്പാദന പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏത്? ഡെൻമാർക്ക്. 2018 മുതൽ പോളിയോ വിമുക്തമാക്കിയതിനു ശേഷം 2025 മെയ്യിൽ പോളിയോ പൊട്ടിപ്പുറപ്പെട്ടതായി പ്രഖ്യാപിച്ച രാജ്യം പാപ്പുവ ന്യൂ ഗിനിയ. സരസ്വതി നദിയെ ആരാധിക്കുന്നതിനായി 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവമായ സരസ്വതി പുഷ്കരലു തെലങ്കാനയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആഘോഷിക്കുന്നത്? കാലേശ്വരം.